നല്ല ഒന്നാന്തരം ഒരു കുഴപ്പമില്ലാത്തൊരു ഫോർമൽ വെയർ എടുത്തുകൊണ്ട് വന്ന് എങ്ങനെ കളർ കൊടുത്ത് കൊള്ളാക്കാം എന്നാണ് ഈ വീഡിയോ. ആക്ച്വലി ബ്ലോക്ക് പ്രിൻറ്റ്സ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിൽ കുറച്ചാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഇങ്ങനെയായിരിക്കും അവസാനിക്കാമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ എടുത്ത കളർ കോമ്പിനേഷൻ്റെ പ്രശ്നമാണോ ഇതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഓർ ലൈറ്റ് ഷെയ്ഡ്സ് ബ്ലോക്ക് പ്രിൻറ്റ്സിന് മാച്ച് ആവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെയാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലായത്. നമ്മുടെ ഫ്ലോപ്പ് ഐറ്റംസിനൊരു ചെറിയ പോസിറ്റ് നിർത്തിയേക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഈ കച്ചവടത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടായില്ല കേട്ടോ, മൊത്തം നഷ്ടം മാത്രം. നിങ്ങൾ ഇതിനു മുന്നേ ബ്ലോക്ക് പ്രിൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി വന്നിട്ടുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. ഞാൻ 2-3 ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. പക്ഷെ അതിനകത്ത് അവരെടുത്തിരുന്ന ഷെയ്ഡ് ബ്ലാക്കും ഇൻഡിഗോ ഷെയ്ഡൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് പേസ്റ്റൽ ഷെയ്ഡ് പിടിച്ചതാണ്. എന്തായാലും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് ഇത് കാണുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. ആ കണ്ണ് നിറയെ കണ്ടോളൂ നമ്മുടെ ഫ്ലോപ്പ് ഐറ്റം.